സംഘടനക്കാരൊരു പ്രത്യേകത ഉണ്ട്. 1.5 പവനിലേറെ സ്വർണ്ണുണ്ടോ ആ പുതിയ പെണ്ണിന്റെ കഴുത്തിൽ നിന്ന് അഴിച്ചിട്ട് വാപ്പാക്ക് ഇത് കൊടുത്തത് പറ്റില്ല, 10 പറ്റുള്ളൂ. ആര് പറഞ്ഞു? ഒരു പെണ്ണിന് 100 പവൻ വരെ അവൾക്ക് ആഭരണം അണിയാം. ആഭരണമായി അണിയാൻ അവരുദ്ദേശിച്ച ആഭരണമാക്കി വെച്ചിട്ടുള്ളത് ഒരുപക്ഷെ ഡെയിലി ഉപയോഗിച്ചോളുന്നില്ല, പക്ഷെ എന്തെങ്കിലും ഉപയോഗിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ എടുത്തു വെക്കുന്ന സ്വർണത്തിന് പോലും സക്കാത്തില്ലെന്നാണ്. സക്കാത്ത് കൊടുക്കേണ്ടത് ആഭരണമല്ലാതെ ഉപയോഗിക്കേണ്ട എന്ന ഉദ്ദേശത്തോടുകൂടെ ഒരു അസറ്റായി മാറ്റിവെച്ച സ്വർണം 10.5 പവനിലേറെയുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം എല്ലാ വർഷവും 2.5%. പക്ഷെ ഒരു പെണ്ണിന് 100-200 പവൻ ആഭരണം വെച്ചോട്ടെ, ദീൻ ഹലാലാക്കിയതാണത്. നമ്മൾ എന്തിനെ ഹറാമാക്കുന്നത്? അവർക്ക് ഹലാലാണ്. അള്ളാഹു പെണ്ണുങ്ങൾക്ക് ഹലാലാക്കിയതാണ് സ്വർണ്ണാഭരണങ്ങൾ. അതിന് കണക്ക് പറയേണ്ടതില്ല. അവർ 10 തന്നെ ധരിക്കാവൂ, അങ്ങനെ എവിടെയില്ല. സ്വർണ്ണാഭരണം ഇപ്പൊ വലിയ വിഷയമായിട്ട് നടക്കുന്നു. എത്ര കിലോ ഉണ്ടെങ്കിലും കൊടുക്കണ്ട. പെണ്ണുങ്ങൾക്ക് ഭയങ്കര ക്ലിപ്പ കിട്ടിയത്. ഇങ്ങനത്തെ ഇതുവരെ അറിയാത്ത ഇൽമൊക്കെയും മൂലിമാർ മൂടി വെച്ചില്ലേ എന്നാണ് ഒരാളുടെ കമന്റ്. ഓൾക്ക് അനുകൂലമായിട്ട് കിട്ടിക്കാണ്. എത്ര സ്വർണത്തിന്റെ ആഭരണം ഉണ്ടോ ഇനി സക്കാത്ത് കൊടുക്കണ്ടെന്നാണ്. നല്ല ഇൽമ കിട്ടിയത്. ആഭരണമായിട്ടുണ്ടാക്കുന്നതിന് സക്കാത്ത് കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളത് പണ്ടേ ചർച്ച ഉള്ളതാണ്. പക്ഷെ ഇന്നുണ്ടാക്കണ ആഭരണം ധരിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാണെന്നാ പറയുന്നത്? ഇസ്ലാം ഭർത്താവിൻ്റെ മുമ്പിൽ അലങ്കാരം ചമയാനാണ് പെണ്ണിന് ആഭരണം. ഇപ്പൊ പഠിച്ചു വെച്ചോളി. ഒരു പെണ്ണിന് ആഭരണം എന്തിനാ? സ്വന്തം ഭർത്താവിൻ്റെ മുമ്പിൽ അലങ്കാരം ചമയാൻ. ഇന്ന് ആഭരണം ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണ് ഭർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അയച്ചു വെച്ചിട്ടല്ലേ വരും. പുറത്തേക്ക് പോകുമ്പോഴോ എല്ലാം അണിഞ്ഞു. അപ്പം ആർക്ക് വേണ്ടിയിട്ടത്? അതിന് സക്കാത്ത് കൊടുക്കണ്ടേ? അതിന് സക്കാത്ത് കൊടുക്കണോ കൊടുക്കണ്ടേ? ഹറാമായ ഉദ്ദേശത്തിൽ അണിയുന്ന ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണം എന്നാണ്. ആഭരണത്തിന് സക്കാത്ത് ഇല്ല എന്ന് പറയുന്നവരും പറയുന്നത്. അത് നിങ്ങൾ പഠിച്ചോ. മസല മറ്റേ മസല മാത്രം കേട്ടാൽ പോരാ. അന്യ ആണുങ്ങളുടെ മുമ്പിൽ ധരിച്ച് അലങ്കാരം അണിയാനാണോ ആഭരണങ്ങൾ? ആ ആഭരണത്തിനും സക്കാത്ത് ഉണ്ട് എന്നാണ് ആഭരണത്തിന് സക്കാത്തില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരും പറയുന്നത്. അപ്പം പിന്നെ ഹലാലായ ഉദ്ദേശത്തിലുണ്ടാക്കിയ ആഭരണമാവണം. എന്താ ഹലാലായ ഉദ്ദേശം? എൻ്റെ ഭർത്താവിനെ കാണിക്കാനുള്ള ആഭരണമാണ്. ഇതിനാണോ ആഭരണം? മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ നമ്മുടെ ഉമ്മായുടെ കൈവിരലുകളിൽ വെള്ളിയുടെ മോതിരങ്ങളുണ്ട്. വെള്ളിൻ്റെ മോതിരണ്ട്. ഉമ്മ പറയാണ്, നമ്മളെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയും. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ ചോദിച്ചു, മഹാദായ ആയിഷ, ആയിഷ അതെന്താ? എന്തപ്പോൾ കയ്യിൽ കുറച്ച് വെള്ളി മോതിരമൊക്കെ? അപ്പൊ പറഞ്ഞ വാചകം നിങ്ങൾ നോട്ട് ചെയ്യേ. സ്വനഅ്തുഹുന്ന അതസയ്യനു ലക യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലേ, ഞാനത് ഉണ്ടാക്കിയത് നിങ്ങളുടെ മുമ്പിൽ അലങ്കാരമായി ചമയാനാണ്. അപ്പോൾ ഹലാലായ ഉദ്ദേശമാണ്. അടുത്ത ചോദ്യം കേട്ടോളി. ഉമ്മയോട് അടുത്ത ചോദ്യം. ഓക്കെ, ശരി. അതുഅദ്ദീന സകാതഹുന്ന, നീ അവയുടെ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ ഉമ്മ പറയാണ്, ഞാനില്ല എന്നുള്ള മട്ടിൽ ഞാൻ എന്തോ ഒരു വാചകം പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് പറഞ്ഞു, എങ്കിൽ ഹുവ ഹസ്ബുകി മിനന്നാർ, എങ്കിൽ നിനക്ക് നരകം കിട്ടാൻ അത് തന്നെ എമ്പാടും മതി. നിങ്ങൾ പറയും, ആഭരണമായിട്ടുണ്ടാക്കിയ സാധനത്തിന് സക്കാത്ത് കൊടുക്കണോ കൊടുക്കണ്ടേ? കൊടുക്കണ്ടെന്ന് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്, കൊടുക്കണമെന്നും അഭിപ്രായമുണ്ട്. ലാഭം നോക്കിയിട്ട് പക്ഷം ചേരല്ലേ, പ്രമാണത്തിനോടൊപ്പം നോക്കിയിട്ട് പക്ഷം ചേരും. ലാഭം നോക്കുകയാണെങ്കിൽ കൊടുക്കണ്ടെന്ന് തന്നെയാണ്. അപ്പം ആർക്കറിയത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അരികിലേക്ക് ഒരു സ്ത്രീ കടന്നു വരികയാണ്. ആ സ്ത്രീയുടെ കൂടെ അതിൻ്റെ മകളുമുണ്ട്. മകളുടെ കയ്യിലതാ 2 നല്ല കട്ടിയുള്ള കടകവളകളുണ്ട് സ്വർണത്തിൻ്റെ. നിബിതങ്ങൾ ചോദിച്ചു, അതൊഴുത്തീനി സക്കാത്തഹാദാ, ഇതിൻ്റെ സക്കാത്ത് നീ കൊടുത്തിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞപ്പോൾ മുത്തു മുസ്തഫയുടെ ഗൗരവത്തോടെയുള്ള അടുത്ത ചോദ്യം, അയസുറുക്കി അൻയുസവ്വിറകില്ലാഹു ബിഹിമാ സിവാറൈനി മിന്നാർ, ഇതിന് പകരം അല്ലാഹു നരകത്തീ കൊണ്ടുള്ള 2 വളകൾ നിന്നെ അണിയിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ? സക്കാത്ത് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ച ചോദ്യമാണ്.
അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുമ്പ് രണ്ടും കണ്ട് ഊരിയിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ട് ആ ഉമ്മ പറഞ്ഞ് ഹുമാ ലില്ലാഹി വ റസൂലിഹി, ഇത് അള്ളാഹ്ക്കും അള്ളാഹിൻ്റെ റസൂലിൻ്റെ ദീനിക്ക് ഞാനാണ് കൊടുക്കുന്നത്. അവിടെ വെച്ചാണ്ട് ഊരി കൊടുത്തു പറഞ്ഞാൽ ചെന്നാൽ മതി പെണ്ണുങ്ങളെ അടുത്തേക്ക്. ഊരി വെക്കൊന്നും വേണ്ട, അതിൻ്റെ സക്കാത്ത് കൊടുക്കുന്ന നമ്മൾ പറയുന്നത്. ഊരി വെക്കൊന്നും വേണ്ട, നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. കൊടുക്കാതിരിക്കാൻ പറ്റൂല സഹോദരിമാരെ. കൊടുക്കണം എന്നുള്ള അഭിപ്രായമാണ് നമുക്ക് ഖബറിൽ നല്ലത്, മരിക്കുമ്പോൾ നല്ലത്, മീസാനിൽ നമ്മളെ തൂക്കത്തിന് നല്ലത്, സിറാത്ത് പാലത്തിൽ കൂടെ പോകാൻ നല്ലതൊക്കെ അതാണ്. കൊടുക്കണ്ടെന്ന് പറഞ്ഞവരും ഉണ്ട്. അതിനിപ്പോൾ എന്താ, ഇതാണ് ഏറ്റവും പ്രബലമായിട്ടുള്ളത്. മറ്റേ അഭിപ്രായം എല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതാണ് ഓരോ പല തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ സഹോദരങ്ങളെ. മാത്രമല്ല അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതെന്താ, والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون. സൂറത്ത് തൗബ 34-ാമത്തെ ആയത്ത് അല്ലാഹു തആല പറയാണ്, സ്വർണവും വെള്ളിയും കൂട്ടിവെക്കുന്നവർ അതിന് ആഭരണം ഒഴിവാണ് എന്ന് ആ ആയത്തിലില്ല. ഇനി ആ ആയത്തിൽ നിന്ന് ആഭരണം ഒഴിവാണെന്ന് പറയണമെങ്കിൽ അതിന് മാത്രം ബലപ്പെട്ട ഹദീസ് വേണം. അങ്ങനെ ഒരു ഹദീസ് ഉള്ളതായിട്ട് ഈ ഉള്ളവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ട്, എന്നാൽ ഉണ്ട് എന്നുള്ളതിനാണ് കൂടുതൽ ബലപ്പെട്ട തെളിവുകൾ ഉള്ളത്. അതുകൊണ്ട് ആ വസ്വാസുമായിട്ട് ആരെങ്കിലും നടക്കുന്നുവെങ്കിൽ പറയുന്നു, നിങ്ങൾ 10.5 പവൻ കഴിച്ചില്ലിന് കൊടുക്കണം. 10.5 പവൻ കഴിച്ച് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, 11 പവനാണെങ്കിൽ അരപ്പവന് എന്നല്ല 11 പവനും കൊടുക്കണം. അങ്ങനെ കുറേ ആൾക്കാർ ചോദിക്കട്ടെ, 10.5 പവൻ കഴിച്ചിട്ടല്ലേ കൊടുക്കുക. പിന്നെ ഒരു മുസ്ലിയാർ ഇങ്ങനെ ഭയങ്കര ശബ്ദത്തിൽ പറയുന്നുണ്ട്, ആരെ ഇവിടെ പറഞ്ഞു, ലോകത്താരും പറഞ്ഞിട്ടില്ല 10.5 കഴിഞ്ഞിട്ടുള്ള അപ്പുറം ആഭരണേ പാടില്ല. ഇനിയിപ്പോൾ ആരാ പറഞ്ഞു? 10.5 പവനിലപ്പുറം ഒരു സ്ത്രീയുടെ അടുത്ത് ആഭരണം വേണ്ടെന്ന് ആരും പറയുന്നില്ലല്ലോ. ഉണ്ടായിക്കോട്ടെ, 11 പവനോ 20 പവനോ ഒക്കെ അണിഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ സക്കാത്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ട്.